അസ്സലാമു അലൈക്കും. SR ഖലീജി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മാർബിൾ കേക്കുമായിട്ടാണ്. തയ്യാറാണല്ലോ? യാ അല്ലാ, നമുക്കതിൻ്റെ സാധനങ്ങൾ എന്താണെന്ന് ഒന്ന് നോക്കാം. ഞാനിവിടെ 3 കപ്പ് മൈദ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 16 ഗ്രാം ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഇതിൽ കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. 16 ഗ്രാം ഇത് മാവും ഈ ബേക്കിംഗ് പൗഡറും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് അരിച്ചെടുത്ത് ഇതൊന്ന് മാറ്റി വയ്ക്കാം. മാവ് അരിച്ചെടുത്ത് കഴിഞ്ഞ് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. നോക്കൂ, 4 മുട്ട, 2 കപ്പ് 250 ml 2 കപ്പ് പഞ്ചസാര, പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 1 നുള്ള് ഉപ്പ്, 1 ടീസ്പൂൺ വനില പൗഡറാണ്, ചെറിയ ടീസ്പൂൺ എടുത്താൽ മതി. പിന്നെ 2 ടീസ്പൂൺ കൊക്കോ പൗഡറാണ്. പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 100 ഗ്രാം കുക്കിംഗ് ഓയിലും 50 ഗ്രാം ബട്ടറും കൂടെ നമുക്കൊന്ന് മിക്സാക്കി ഉണ്ടാക്കാം. ഭയങ്കര ടേസ്റ്റാണ്. 1 കപ്പ് 250 ml 1 കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനമാണ് നമുക്ക് മാർബിൾ കേക്കിന് ആവശ്യമുള്ളത്. ഇതേമാതിരി ഒരു ട്രേ എടുത്ത് അതിനകത്ത് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഞാനിത് തയ്യാറാക്കി വെച്ചേക്കാണ്. നമുക്കിനി ഒന്ന് മുട്ട മെഷീനിലോട്ടിട്ട് പഞ്ചസാരയും മുട്ടയും കൂടെ അടിച്ച് ക്രീമാക്കാം. മുട്ട ഞാൻ മെഷീനിലോട്ട് പൊട്ടിച്ചൊഴിക്കുന്നു. അടുത്തത് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നു. നമുക്കിത് രണ്ടും നല്ലതുപോലെ ഒന്ന് ക്രീമാക്കി എടുക്കാം. മെഷീൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യണ്. നല്ലതുപോലെ നമുക്കൊന്ന് ക്രീമാക്കി എടുക്കാം. മുട്ട നല്ലതുപോലെ അടിച്ച് ക്രീമായി വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് അതിനകത്തോട്ട് അല്പം ഉപ്പ് അതിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അടുത്ത നമുക്ക് ഈ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചു കൊടുത്തു. അടുത്ത നമുക്ക് ആ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓയിലും ഒഴിച്ചു കൊടുത്ത് അടുത്തത് ആ ബട്ടറും കൂടെ അതിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ലാസ്റ്റാണ്. ഇനി വനീല പൗഡർ നമുക്ക് മാവിൽ കൂടെ ചേർത്ത് കൊടുക്കാം. വനീല പൗഡർ മാവിൽ കൂടെ ചേർത്ത് കൊടുക്കാം. നോക്കൂ, വനീല പൗഡർ അതിലോട്ട് ചേർത്ത് ഒന്ന് മിക്സാക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഇനി നമുക്ക് കുറച്ച് ഈ മെഷീനകത്തോട്ട് ഈ സ്പൂണിൽ കോരി ഇട്ട് കൊടുക്കാം. എല്ലാം അതേമാതിരി കോരി ഇട്ട് കൊടുത്ത് നമുക്ക് അടിച്ചെടുക്കാം. മാവ് ഇവിടെ അടിച്ച് എല്ലാം ഇട്ട് തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കണ്ടല്ലോ, ഇതിൽ നിന്ന് 2 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഇത് ഒന്നിൽ ഒരു ഐറ്റമിൽ കൊക്കോ പൗഡറും ചേർക്കണം, ഒന്ന് നമ്മൾ സാധാരണ വൈറ്റായിട്ട് യൂസ് ചെയ്യണം. ഇതിൻ്റെ നേരെ പകുതി ഞാൻ മാറ്റണം. ഇതിൻ്റെ നേരെ പകുതി ഞാൻ മാറ്റിയിട്ടുണ്ട്. നോക്കൂ, പകുതി ഞാനിതിവിടെ മാറ്റി. പകുതിയിൽ നമുക്ക് ഈ കൊക്കോ പൗഡർ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2 ടീസ്പൂൺ കൊക്കോ പൗഡറാണ്. ആ കൊക്കോ പൗഡർ ഒന്ന് അരിച്ച് വേണം ഇടാൻ. നമുക്കൊന്ന് അരിച്ച് അതിലോട്ടിടാം. കട്ട കാണും. അപ്പോൾ എപ്പോഴും നമ്മൾ കൊക്കോ പൗഡർ എടുക്കുന്നത് അരിച്ച് വേണം ഇതിന് പകുതിയിലോട്ട് ഇതിലിട്ട് ചേർക്കാം. കൊക്കോ പൗഡർ ഇതിനകത്തോട്ടിട്ട് നമുക്കൊന്ന് അരിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡർ അരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു വിഷ്ട് വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം.
ഞാനിവിടെ യോജിപ്പിച്ച് തയ്യാറായിട്ടുണ്ട്. ഇതാ നോക്കൂ, കാണാമല്ലോ. ഇതാ ഇതേമാതിരി പകുതി വൈറ്റും പകുതി കൊക്കോ ഇട്ട് ഇളക്കിയെടുത്തത്. 2 മാവും ഇവിടെ തയ്യാറായിട്ടുണ്ട്. പകുതിയിൽ കൊക്കോ പൗഡർ ഇട്ടത്, പകുതിയിൽ വൈറ്റുമായിട്ട്. ഇതാ ഇതേമാതിരി ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഞാൻ എളുപ്പ വഴിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയോളി ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ നോക്കിയോളി. ഞാൻ ആ ട്രേയിലോട്ട് ഇതാ ഈ വൈറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാ വൈറ്റ് ഞാൻ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് എളുപ്പ വഴിയിൽ ചെയ്യാനുള്ള പണിയാണ് ചെയ്യുന്നത്. ഇതാ എല്ലാം ഞാൻ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ നോക്കൂ, ഇതൊന്ന് നമുക്ക് ഈ ട്രേയിലോട്ട് ഫുള്ളാക്കി കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇതിലോട്ടൊന്ന് ഫുള്ളാക്കി കൊടുക്കാം. ഇതാ നോക്കൂ, ഇത് അടിപൊളി സൂപ്പർ ഒരു കേക്കാണ്. മാർബിൾ കേക്കാണ്. പല രീതിയിലും നമുക്ക് മാർബിൾ കേക്ക് ഉണ്ടാക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് മാർബിൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമുക്ക് മാർബിൾ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റിൻ്റെയാണ്. ആ ചോക്ലേറ്റ് ഈ വൈറ്റിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ആ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതാ നോക്കൂ, എല്ലാം അതിൻ്റെ മുകളിലോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ നോക്കൂ, ഇതാ സഹോദരങ്ങളെ, ഇതാ നോക്കൂ, നമ്മളുണ്ടാക്കിയ മാർബിൾ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാ നോക്കൂ, ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ എങ്ങനെ ഉണ്ടെന്ന്. വാവ്, മാഷാല്ലാ മാഷാല്ലാ. ദാ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇതേമാതിരി ഒരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലോട്ടൊന്ന് നമുക്ക് സർവ് ചെയ്ത് കൊടുത്താലോ. ഇതാ നോക്കൂ, നമുക്ക് ഇതിൽ നിന്ന് അങ്ങോട്ട് ആ ട്രേയിലോട്ട് ഒന്നെടുത്ത് അതിലോട്ടൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. ഇതാ നോക്കൂ, ഇതിലോട്ട് വെച്ചിട്ട് ഈ 4 സൈഡിൽ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊന്ന് സർവ് ചെയ്ത് കൊടുക്കാം. കേക്ക് ഇതാ നോക്കൂ, മാർബിൾ കേക്ക് ഞാൻ ഇതിലോട്ടൊന്ന് സർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാഷാല്ലാ തബാറക്കത്ത് റഹ്മാൻ. നിങ്ങൾ നോക്കിക്കാണ് ഈ കേക്ക് എങ്ങനെ ഉണ്ടെന്ന്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി നല്ല ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള കേക്കുകളും കുക്കീസുകളുമായിട്ട് വരാൻ വേണ്ടി നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഈ മാർബിൾ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.